ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ആളുകൾ മുഴുവൻ പേരും രോഗികളാണ്. ഒരളവിലല്ലെങ്കിൽ വേറൊരളവിൽ രോഗികളല്ലാത്ത ഒരു മനുഷ്യരും ലോകത്തില്ല. ചിലർ രോഗമില്ലെങ്കിലും താൻ രോഗിയാണെന്ന് പറയും, ചിലർ രോഗമുണ്ടെങ്കിലും ഞാൻ രോഗിയല്ല എന്ന് പറയും. രോഗമില്ലെങ്കിലും രോഗിയാണെന്ന് പറയുന്നവരും രോഗമുണ്ടെങ്കിലും രോഗിയല്ലെന്ന് പറയുന്നവരും രോഗികൾ തന്നെയാണ്. രോഗികളല്ലാത്തവരാരും ലോകത്തില്ല. രണ്ട് രീതിയിൽ രോഗം വരും. ഒന്ന് ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങൾ, രണ്ട് മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ. പല ശാരീരിക രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം മാനസിക നിലയിലുള്ള തകരാറുകളാണ്. പല മാനസിക രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം ശാരീരിക നിലയിലുള്ള തകരാറുകളാണ്. എന്ന് വച്ചാൽ ഇവ പരസ്പര പൂരകങ്ങളാണ്. മനസ്സിൻ്റെ നില ശരിയല്ലെങ്കിൽ ശരീരം രോഗഗ്രസ്തമാകാം, ശരീരത്തിൻ്റെ നില ശരിയല്ലെങ്കിൽ മനസ്സ് രോഗഗ്രസ്തമാകാം. അപ്പോൾ മനസ്സിൻ്റെ വ്യാപാരത്തിൽ സംഭവിക്കുന്ന തകരാറുകൊണ്ട് ഒരാൾ രോഗിയാകാം, ശരീരത്തിൽ സംഭവിക്കുന്ന തകരാറുകൊണ്ട് ഒരാൾ രോഗിയാകാം. മനസ്സിൽ ചില ആളുകൾക്ക് ഇങ്ങനെ തോന്നലുകൾ വരികയാണ്, എനിക്കെന്തോ സംഭവിക്കാൻ പോവുകയാണ്, എനിക്കെന്തോ മാരക രോഗം വരാൻ പോകുകയാണ്. ഈ ചിന്ത ഒരാളെ രോഗിയാക്കും. ഈ അടുത്ത നാളിൽ ഞാനൊരാളെ കണ്ടു, തൊണ്ടയ്ക്ക് വേദനയാണ്. ഇയാൾക്ക് തൊണ്ടവേദന വരാനൊരു കാരണമുണ്ട്. അയാൾക്ക് ജലദോഷം വരാൻ പോകുകയാണ്. അതിൻ്റെ തുടക്കമായിരുന്നു തൊണ്ടവേദന. ഈ തൊണ്ടവേദന വന്നപ്പോഴേ ഇയാൾ വിചാരിച്ചു എനിക്ക് ക്യാൻസറാണ്. ഇയാൾ ഭയങ്കര നിലവിളിയായി, ഉമിനീരിറക്കാൻ പോലും പറ്റുന്നില്ല, എൻ്റെ തൊണ്ടയ്ക്ക് ക്യാൻസറാണ്. ഇയാളങ്ങ് വിധി പറഞ്ഞു. നിലവിളി സഹിക്കവയ്യാതെ ബന്ധപ്പെട്ടവർ ആശുപത്രിയിൽ കാണിച്ചു. തൊണ്ടയ്ക്ക് ക്യാൻസറാണെന്ന് പേടിച്ചു വരുന്ന ഒരാളെ പരിശോധിക്കാതെ വിടാൻ പറ്റുമോ? ഡോക്ടർ ഉടനെ പരിശോധനയ്ക്ക് എഴുതി. പ്രിയപ്പെട്ടവരെ, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സകല മെഷീനകത്തൂടെയും ഇയാളെ കയറ്റിയിറക്കി. അവസാനം 1 ലക്ഷം രൂപയുടെ ബില്ല് വന്നു. സകല മെഷീനും ഒരേ ഉത്തരമാണ് പറഞ്ഞത്, ഇയാൾക്കൊരു രോഗവുമില്ല. അവസാനം ഡോക്ടർക്ക് മനസ്സിലായി ഇയാളുടെ രോഗം ശരീരത്തിലല്ല മനസ്സിലാണ്. ഇയാൾക്ക് ജലദോഷത്തിനുള്ള 2 ഗുളികയും കുറിച്ച് കൊടുത്ത് ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പോയി ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ വരിക. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു പ്രയാസവും ഇല്ല, പിന്നെ കാണാൻ പോയില്ല. ഒരു കാര്യമില്ലാതെ 1 ലക്ഷം രൂപ കളഞ്ഞു. മനസ്സിനുണ്ടായ ഒരു പ്രയാസമാണ്, തോന്നലാണ് ഇയാളെ രോഗിയാക്കിയത്. മനസ്സിനുണ്ടാകുന്ന ചില പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടാതെ മനസ്സിൽ നിന്നാൽ അത് വർദ്ധിച്ച് പെരുകി മാരക രോഗമായി മാറാൻ സാധ്യതയുണ്ട്. അത് പിന്നാലെ സമയമുണ്ടായെങ്കിൽ പറയാം. ഇതുപോലെ തന്നെ ശരീരത്തിനുണ്ടാകുന്ന ചില തകരാറുകൾ ഒരാളെ മാനസികമായി രോഗിയാക്കി തീർക്കും. അതിനും സാധ്യതയുണ്ട്. ഒരിക്കലും എനിക്ക് പരിചയമുള്ളൊരു വീട്, അവർ 2 പേരും വളരെ ഭക്തരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, ആത്മീയ കാര്യങ്ങളിൽ പ്രചോദിക്കപ്പെട്ട് നിൽക്കുന്നവരാണ്. ഭാര്യ നന്നായിട്ട് പ്രാർത്ഥിക്കും, ഭർത്താവ് അതിനേക്കാൾ നന്നായിട്ട് പ്രാർത്ഥിക്കും. അവരുടെ കുടുംബജീവിതം തുടങ്ങിയിട്ട് 40 വർഷമായി. ഒരു ദിവസം വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ ഭാര്യ വീട്ടിൽ കിട്ടിയ സാധനങ്ങളെല്ലാം തല്ലിപ്പൊട്ടിക്കാൻ തുടങ്ങി. ഭർത്താവ് ചോദിച്ചു, എന്താ ഈ കാട്ടുന്നത്, എന്തിനാ ഇതിങ്ങനെ ചെയ്യുന്നത്? ഒരു പ്രതികരണവുമില്ല. പൊട്ടാവുന്ന സകല സാധനവും ആ സ്ത്രീ പൊട്ടിച്ചു. ഇയാളാകെ ആശങ്കാകുലനായി. ഇയാളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചപ്പോൾ ഇയാളെ തട്ടിമാറ്റുമ്പോൾ രാക്ഷസ ശക്തിയാണ് ഈ സ്ത്രീക്ക്. അയാളെ തുറിച്ചു നോക്കി, ഭയങ്കരമായിട്ട് വയലൻ്റായി. നിങ്ങൾ ദുഷ്ടനാണ്, നിങ്ങൾ ദുഷ്ടനാണ്, നിങ്ങൾ ദുഷ്ടനാണെന്ന് ഈ സ്ത്രീ അലമുറയിടാൻ തുടങ്ങി. ആ സ്ത്രീക്ക് മാനസിക രോഗമാണ്. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ അങ്ങ് തകർന്നുപോയി. ഈ മനുഷ്യൻ അറിയാവുന്നവരോടൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, എന്നോടും പറഞ്ഞു. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ഈ സഹോദരി എന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഭാവത്തിലാണ് എന്നോട് ഇടപെടുന്നത്. 40-40 വട്ടം ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. ആ സ്ത്രീ ഭയാനകമായി പൊട്ടിത്തെറിക്കുകയാണ്. ആശുപത്രികൾ തോറും കൊണ്ടുപോയി. സ്വാഭാവികമായിട്ട് ഇങ്ങനെ മനോനില തെറ്റിയ ഒരാൾ പെരുമാറിയാൽ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തല്ലേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പരിശോധിച്ചപ്പോൾ അവർ കുറേ മരുന്നൊക്കെ കൊടുത്തു. മരുന്ന് കഴിച്ചപ്പോൾ ആൾ കോഴി വെള്ളത്തിൽ വീണ മാതിരി ഒരേ ഇരിപ്പാണ്. ഡോസ് കഴിയുമ്പോൾ എഴുന്നേറ്റ് വീണ്ടും തല്ലി പൊട്ടിക്കാൻ തുടങ്ങും. അവസാനം ഇതിന് പരിഹാരമില്ലാതെ വന്നപ്പോൾ സംശയം തോന്നിയിട്ട് ഈ സ്ത്രീയെ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിച്ചു. ന്യൂറോളജിസ്റ്റ് പരിശോധനയ്ക്ക് എഴുതി സ്കാനിങ് നടത്തി വന്നപ്പോഴാണ് തലയിലൊരു മുഴയുണ്ടെന്ന് കണ്ടുപിടിച്ചത്.
ഈ മുഴ തലയിൽ വളർന്നിട്ട് തലച്ചോറിലേക്ക് പോകുന്ന ഞരമ്പുകളിൽ വന്നതായ ചില ബ്ലോക്കുകൾ, വെയിൻ സിസ്റ്റത്തിൽ വന്ന തകരാറ് മൂലമാണ് ഈ മാനസിക പ്രശ്നമുണ്ടായത്. ആ ട്യൂമർ സർജറി ചെയ്ത് മാറ്റി അവർ പരിപൂർണമായി സുഖപ്പെട്ട് പുറത്തു വന്നു. ഇപ്പോൾ അവർക്ക് ഒരു കുഴപ്പമില്ല. അച്ഛൻ പറഞ്ഞത് സ്ഥാപിക്കാനാണ് ഈ 2 ഉദാഹരണം പറഞ്ഞത്. മനസ്സിനുണ്ടാകുന്ന ചില വൈഷമ്യങ്ങൾ ശാരീരിക രോഗങ്ങളായി പ്രത്യക്ഷപ്പെടും. ശരീരത്തിലുണ്ടാകുന്ന ചില പ്രയാസങ്ങൾ മാനസിക രോഗങ്ങളായി പ്രത്യക്ഷപ്പെടും. ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങളും മനസ്സിനുണ്ടാകുന്ന രോഗങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. സാധാരണ നിലയിൽ ഒരാൾ രോഗിയാകാൻ പല കാരണങ്ങളുണ്ട്. ഇന്ന് ചിലരൊക്കെ ചിന്തിക്കുന്നു, ഞാൻ രോഗിയാകാൻ എന്താണ് കാരണം? ഒരാൾ എന്തു കാരണത്താലാണ് രോഗിയാകുന്നത്? രോഗിയാകാൻ പല കാരണങ്ങളുണ്ട്. എല്ലാ കാരണങ്ങളും നമുക്ക് പിടിയില്ല, അജ്ഞാതമാണ് പലതും. എന്നാൽ ചില കാരണങ്ങൾ നമുക്ക് ബോധ്യപ്പെടും. ഒരാൾ രോഗിയാകാൻ എന്താണ് കാരണം? വേദപുസ്തകം അതിന് ചില കാരണങ്ങൾ പറയുന്നുണ്ട്. അതാണല്ലോ നമുക്കറിയേണ്ടത്. ഒരാൾ രോഗിയാകാൻ എന്താണ് കാരണം? 2-3 കാരണങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് നമുക്കൊന്ന് പരിശോധിച്ചെടുക്കാം. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാരണം വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്: ഏറ്റുപറയാതെ ഉള്ളിൽ മൂടിവെച്ച പാപം ഒരാളെ രോഗിയാക്കി തീർക്കും. ഹല്ലേലൂയ! ഏറ്റുപറയാതെ ഉള്ളിൽ മൂടിവെച്ച പാപം ഒരാളെ രോഗിയാക്കി തീർക്കും. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനത്തിൽ പറയുന്നത്, നിങ്ങൾ രോഗിയായിരിക്കുന്നുവെങ്കിൽ ഒരുവൻ തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. രോഗസൗഖ്യം കിട്ടാനുള്ള ഉപാധി അതാണ്. ആരോടാണോ പാപം ചെയ്തത്, ആരെയാണോ മുറിവേൽപ്പിച്ചത്, അവരോട് ചെന്ന് തൻ്റെ പാപം ഏറ്റുപറയണം. അതുമാത്രം പോരാ, വിശുദ്ധ കുംഭസാരത്തിലും പാപം ഏറ്റുപറയണം. ഞാൻ മുഖാന്തിരം മുറിവേറ്റയാൾ തൻ്റെ മുറിവുണങ്ങി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒപ്പം ഞാൻ കർത്തൃസന്നിധിയിൽ എൻ്റെ പാപം ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിക്കണം. ശരിയായ കുംഭസാരത്തിന് 2 വശങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ആരെയാണോ മുറിവേൽപ്പിച്ചത് ആ ആളോട് ഞാൻ ക്ഷമ പറയണം. 2, വിശുദ്ധ കുംഭസാരത്തിലൂടെ എൻ്റെ ദൈവത്തോട് ഞാൻ ക്ഷമ പറയണം. ഹല്ലേലൂയ! ഇത് 2ഉം സംഭവിക്കുമ്പോഴേ ഒരാളുടെ കുംഭസാരമാകുന്നുള്ളൂ. ഇത് 2ഉം ഒരുമിച്ച് സംഭവിക്കാത്തിടത്ത് ഒരാൾ കുംഭസാരിക്കുന്നില്ല. ഇന്ന് പലപ്പോഴും നമ്മൾ നടത്തുന്ന കുംഭസാരത്തിൻ്റെ കുഴപ്പം എന്താണ്? ഞാൻ ഒരാളെ മുറിവേൽപ്പിച്ചു, അയാളെ ഞാൻ കാണുന്നില്ല, അയാളോട് ക്ഷമ പറയുന്നില്ല, അയാളുടെ മുറിവ് ഉണക്കുന്നില്ല, അയാളുമായി ഞാൻ രമ്യതപ്പെടുന്നില്ല, അയാളുമായി ഞാൻ ബന്ധപ്പെടാനേ പോകുന്നില്ല, അയാളുടെ മുറിവ് അവിടെ തന്നെ നിൽക്കുകയാണ്. ഞാൻ ദൈവസന്നിധിയിൽ ചെന്ന് മുട്ടുകുത്തുന്നു, എൻ്റെ പാപം ഏറ്റുപറയുന്നു, ഞാൻ കരയുന്നു, ഞാൻ കുമ്പസാരിക്കുന്നു, പാപമോചനം കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ മുറിവേറ്റയാളുടെ മുറിവ് ഉണങ്ങാത്തിടത്തോളം എൻ്റെ കുമ്പസാരം ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. എനിക്ക് എൻ്റെ പ്രശ്നത്തിൻ്റെ മേൽ പരിഹാരവും വന്നിട്ടില്ല. അതുകൊണ്ടാണ് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 13-ാം തിരുവചനം പറഞ്ഞത്, തൻ്റെ ലംഘനങ്ങളെ മൂടി വയ്ക്കുന്നവന്, മറച്ചു വയ്ക്കുന്നവന്, ഒളിച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. എന്നാൽ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഒരാൾക്ക് കരുണ ലഭിക്കും. ഏറ്റുപറയുക എന്ന് വെച്ചാൽ എവിടെയാണ് ഏറ്റുപറയേണ്ടത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ആളുകൾ ധരിച്ചത് ഞാൻ മുട്ടുകുത്തി കുമ്പസാര പിതാവിൻ്റെ മുമ്പിൽ എല്ലാം ഏറ്റുപറഞ്ഞാൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്നാണ്. എന്നാൽ അത് പോരാ. ഞാൻ മുറിവേൽപ്പിച്ചയാളോട് ഞാൻ എൻ്റെ പാപം ഏറ്റുപറയണം. ഒപ്പം പുരോഹിതൻ്റെ മുമ്പിൽ കർത്തൃസന്നിധിയിലും ഞാൻ ഏറ്റുപറയണം. ഹല്ലേലൂയ! ഈ 2 തലങ്ങളിലും ഏറ്റുപറയുമ്പോഴാണ് എൻ്റെ പാപത്തിന് ക്ഷമ കിട്ടുന്നത്, ഒപ്പം എൻ്റെ രോഗത്തിന് സൗഖ്യം കിട്ടുന്നത്. ഇത് തമ്മിൽ ബന്ധിതമാണ് പ്രിയപ്പെട്ടവരെ. പാപം ഒരാളെ രോഗിയാക്കും. കേൾക്കുക, മർക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെ തിരുവചനങ്ങളിൽ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. യേശുക്രിസ്തു കപർണ്ണഹൂമിലെ വീട്ടിലുണ്ടെന്നറിഞ്ഞിട്ട്
ധാരാളം ആളുകൾ ആ വീട്ടിൽ വന്ന് തിങ്ങിക്കൂടി, ശ്വാസം മുട്ടുവോളം പുരുഷാരം തിങ്ങിക്കൂടിയിരിക്കുകയാണ്. 4 ആളുകൾ ചേർന്ന് ദൂരെ എങ്ങോ നിന്നൊരു പക്ഷവാതക്കാരനെ കട്ടിലോടുകൂടെ ചുമന്നുകൊണ്ടുവരികയാണ്. വഴിമാറാൻ പറഞ്ഞിട്ട് ഒരാളും വഴിമാറിക്കൊടുത്തില്ല. അപ്പോൾ അവർ ആ വീടിൻ്റെ മേൽപ്പുര തുറന്ന് വളരെ സാഹസം ചെയ്ത് ഈ ആളെ യേശുവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചു. കർത്താവ് ഈ കട്ടിലിൽ കിടക്കുന്ന രോഗിയുടെ മുഖത്ത് കുറേ നേരം നോക്കി. മുകളിലിരുന്ന് പ്രതീക്ഷയോടെ നോക്കുന്നവരെ വീണ്ടും കർത്താവ് മുകളിലേക്ക് നോക്കി. മാറി മാറി പലവട്ടം നോക്കിയിട്ട് ഒടുവിൽ കർത്താവ് ഈ ശയ്യയിൽ കിടക്കുന്ന രോഗിയെ നോക്കി പറഞ്ഞു, മകനെ, നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഒരു കാരണവശാലും ഈ രോഗിയെ കൊണ്ടുവന്ന ആളുകളോ രോഗിയോ പ്രതീക്ഷിച്ചിട്ടില്ല പാപമോചനം വേണമെന്ന്. അവരുടെ അജണ്ടയിൽ അങ്ങനെ ഒരു സംഗതിയില്ല. അവരാകെ പ്രതീക്ഷിക്കുന്നത് എന്താണ്? രോഗസൗഖ്യം മാത്രമാണ്. എന്നാൽ കർത്താവ് അവനോട് പറഞ്ഞു, മകനെ, നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അതിനൊരു കാരണമുണ്ട്. ഈ ആൾ രോഗിയായതിൻ്റെ പിന്നിൽ ആ ആളുടെ പാപമാണ്. ആമേൻ. ഈ ആൾ രോഗിയായതിൻ്റെ പിന്നിൽ ആ ആളുടെ പാപമാണ്. ഇയാളുടെ രോഗം മാറണമെങ്കിൽ പാപം പരിഹരിക്കപ്പെടുകയല്ലാതെ മാർഗമില്ല. ഹല്ലേലൂയ. മറ്റൊന്നിനാലും അയാളുടെ രോഗം മാറില്ല. ഇയാളെ സൗഖ്യപ്പെടുത്തണമെന്ന് നിശ്ചയം ചെയ്തിട്ടാണ് കർത്താവ് അയാളുടെ പാപം മോചിച്ചത്. ഓർക്കുക, പാപത്താൽ വന്ന രോഗം പാപമോചനം പ്രാപിച്ചല്ലാതെ സുഖപ്പെടില്ല. ഹല്ലേലൂയ. പാപത്താൽ വന്ന രോഗം പാപമോചനം പ്രാപിച്ചല്ലാതെ സുഖപ്പെടില്ല. വേറെ ഒരു ചികിത്സയാലും ആ രോഗം മാറുകയില്ല. ഇത് യേശു തരുന്ന ഒരു വലിയ പ്രമാണമാണ്. ഇവിടെ വേറൊരു സത്യം കൂടെയുണ്ട്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. എല്ലാ പാപികളും രോഗികളാണ്. എന്നാൽ എല്ലാ രോഗികളും പാപികളാകണമെന്നില്ല. ഹല്ലേലൂയ. എല്ലാ പാപികളും രോഗികളാണ്. എന്നാൽ എല്ലാ രോഗികളും പാപികളാകണമെന്നില്ല. ഒടുവിൽ പറഞ്ഞതാണ് ഇവിടെ ഇരിക്കുന്ന പലർക്കും ഒരാശ്വാസമായിട്ട് തോന്നുന്നത്. എല്ലാ രോഗികളും പാപികളാകണമെന്നില്ലെന്ന് അച്ഛൻ പറഞ്ഞല്ലോ, ഞാൻ അതിൽപ്പെടും. നമ്മളെപ്പോഴും പഴുതന്വേഷിക്കുന്നവരാ രക്ഷപ്പെട്ടു പോകാൻ. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആദ്യം പറഞ്ഞതാണോ എൻ്റെ ജീവിതത്തിൽ പാകമാകുന്നതെന്ന് ഒന്ന് പരിശോധിക്കുക. എല്ലാ പാപികളും രോഗികളാണ്, അതിന് തർക്കമില്ല. പ്രിയപ്പെട്ടവരെ, പാപം മൂലം വന്ന രോഗം പാപം പരിഹരിക്കപ്പെട്ടല്ലാതെ മാറുകയില്ല എന്ന് മനനം ചെയ്തു കൊള്ളുക. പ്രിയപ്പെട്ടവരെ, 32-ാമത്തെ സങ്കീർത്തനം അതൊരു അനുതാപ സങ്കീർത്തനമാണ്. തങ്ങളുടെ പാപത്തെക്കുറിച്ച് അനുതപിക്കുന്നവർ വായിച്ച് ധ്യാനിക്കേണ്ട ഒരു സങ്കീർത്തനമാണ്. 32-ാമത്തെ സങ്കീർത്തനം 3, 4, 5 വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ, എൻ്റെ പാപങ്ങളെ ഏറ്റുപറയാതെ ഇരുന്നപ്പോൾ, ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ കേൾക്കുക, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ, ഞാൻ മൗനമായിരുന്നപ്പോൾ, ഞാൻ വാ തുറക്കാതെ ഇരുന്നപ്പോൾ, നിത്യമായ ഞരക്കത്താൽ, നിത്യമായ നിലവിളിയാൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ പാപം ഏറ്റുപറയാതെ ഇരുന്നപ്പോൾ, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ, ഞാൻ മൗനമായിരുന്നപ്പോൾ, ഞാൻ എൻ്റെ പാപം ഉള്ളിൽ ഒതുക്കി വച്ചപ്പോൾ, നിത്യമായ വേദനയാൽ, നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും ദൈവമേ, നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു. അപ്പോൾ എൻ്റെ അകൃത്യം ഞാൻ മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ കർത്താവിനോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇതൊരു വലിയ മർമ്മമാണ്. ഈ കേട്ടത് നിങ്ങൾ ധ്യാനിക്കണം. ഞാൻ എൻ്റെ പാപം മൂടി വെച്ചുകൊണ്ടിരുന്നപ്പോൾ, അത് ഏറ്റുപറയാതിരുന്നപ്പോൾ എനിക്ക് വലിയ വേദനയുണ്ടായി, നിത്യമായ ഞരക്കമുണ്ടായി. അതിവേദനയിൽ ഞാൻ തകർന്നുപോയി. എൻ്റെ ജീവിതമാകെ താറുമാറായി. എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയില്ലാതെയായി.
എന്നാൽ എൻ്റെ പാപം ഞാൻ ഏറ്റുപറയുമെന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ ലംഘനങ്ങളെ ഞാൻ ദൈവത്തോട് അറിയിച്ചപ്പോൾ അവൻ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഞാൻ സ്വസ്ഥത അനുഭവിച്ചു. ഓർക്കുക, ഏറ്റുപറയാതെ മൂടിവെച്ച പാപം ഒരാളെ രോഗിയാക്കി തീർക്കും. ഹല്ലേലൂയാ. അപ്പോൾ കേട്ടത് ഇങ്ങനെയാണ്: ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ, എൻ്റെ ലംഘനങ്ങളെ ഞാൻ ഏറ്റുപറയാതിരുന്നപ്പോൾ എനിക്ക് അതിവേദനയുണ്ടായി, ഞാൻ തളർന്നുപോയി, എനിക്ക് സ്വസ്ഥതയില്ലാതെയായി, ഞാൻ ആകെ ഞെരുങ്ങി, ദൈവത്തിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. ഞാൻ എൻ്റെ പാപം ഏറ്റുപറയുമെന്ന് പറഞ്ഞപ്പോൾ, ചങ്കുപൊട്ടി ഞാനത് ഏറ്റുപറഞ്ഞപ്പോൾ, ഞാൻ നിലവിളിച്ച് സമ്മതിച്ചപ്പോൾ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു കർത്താവ്. എനിക്ക് ശാന്തതയുണ്ടായി, എനിക്ക് സ്വസ്ഥതയുണ്ടായി, എനിക്ക് സമാധാനമുണ്ടായി. ഹല്ലേലൂയാ. ഈ സത്യമാണ് ഈ കേൾക്കുന്നത്. മൂടിവെച്ച പാപം ഒരാളെ രോഗിയാക്കും. ആമേൻ. വീണ്ടും 38-ാമത്തെ സങ്കീർത്തനം മറ്റൊരു അനുതാപ സങ്കീർത്തനമാണ്. ദൈവമക്കളെ, ഒരു മനുഷ്യൻ ദിനം പ്രതി ധ്യാനിക്കേണ്ട സങ്കീർത്തനങ്ങളാണിതെല്ലാം. 38-ാമത്തെ സങ്കീർത്തനം 3 മുതലുള്ള തിരുവചനങ്ങൾ കേൾക്കുക. ദൈവമേ, നിൻ്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല. ദൈവമേ, എൻ്റെ പാപം ഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു. ഭാരമുള്ള ചുമട് പോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു. എൻ്റെ ഭോഷത്വം ഹേതുവായി എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു. ഞാൻ ഇടപെടാതെ ദുഃഖിച്ച് നടക്കുന്നു. എൻ്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല. ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിലെ ഞരക്കം നിമിത്തം ഞാൻ അലറുന്നു. പ്രിയപ്പെട്ടവരെ, കേട്ടത് മുഴുവനും പാപത്തിൻ്റെ ബാക്കിപത്രങ്ങളാണ്. സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഉറക്കമില്ല, കൺപോളകളിൽ ഉറക്കം വരുന്നില്ല, അസ്ഥികളിൽ സ്വസ്ഥതയില്ല, ഒരർത്ഥത്തിലും സമാധാനമില്ല. എൻ്റെ പാപങ്ങൾ എന്നെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. ഓർക്കുക, പാപം ഒരാളെ രോഗിയാക്കി തീർക്കും. മൂടിവെച്ച പാപം ഒരാളിലിരിക്കുന്നിടത്തോളം ആ ആൾ രോഗിയായിരിക്കും. വീണ്ടും യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 5-ാം അധ്യായത്തിൽ ബെഥെസ്ദാ കുളത്തിൻ്റെ കരയിൽ കിടക്കുന്ന ഒരു രോഗിയെ തേടി യേശു മശിഹ ചെല്ലുന്നൊരു രംഗമുണ്ട്. ഈ രോഗി 38 കൊല്ലമായി അവിടെ കിടക്കുകയാണ്. യേശു ആ രോഗിയുടെ അരികിൽ ചെന്ന് നിന്ന് ചോദിച്ചു, മകനെ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അവൻ പറഞ്ഞു, മനസ്സുണ്ട്, പക്ഷെ നാഥ, എന്നെ സഹായിക്കാൻ ആരുമില്ല. എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട പരാതിയാണത്. എന്നെ സഹായിക്കാൻ ആരുമില്ല. നിത്യസഹായകനായ യേശു അരികത്ത് നിന്ന് പറഞ്ഞു, ഞാൻ അതിനാണ് വന്നത്. എഴുന്നേറ്റ് നിൻ്റെ കിടക്കയെടുത്തുകൊണ്ട് പോക. 38 കൊല്ലമായി കിടന്നിടത്ത് നിന്ന് അനങ്ങാൻ വയ്യാതെ കിടന്ന മനുഷ്യൻ കുതിച്ചെഴുന്നേറ്റു. കിടക്ക ചുരുട്ടി ചുമലിലെടുത്ത് നടന്നുപോയതാണ് രംഗം. അതിൻ്റെ 14-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യം. പിറ്റേന്ന് യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടു. അവനോട്, നോക്ക്, നിനക്ക് സൗഖ്യമായല്ലോ. അധികം തിന്മയായത് ഇനിയും നിനക്ക് ഭവിക്കാതിരിപ്പാൻ മേലാൽ പാപം ചെയ്യരുത് എന്ന് അവനോട് പറഞ്ഞു. ഹല്ലേലൂയ. അധികം തിന്മയായത് നിനക്ക് ഭവിക്കാതിരിപ്പാൻ മേലാൽ പാപം ചെയ്യരുത് എന്ന് വച്ചാൽ, അവൻ ഇതുവരെ 38 കൊല്ലം കിടക്കാൻ കാരണം അവൻ മുമ്പെങ്ങോ ചെയ്ത പാപമായിരുന്നു. ഇപ്പോൾ കർത്താവ് അതിന് മോചനം കൽപ്പിച്ച് അവനെ സുഖപ്പെടുത്തി വിട്ടു. പിറ്റേന്ന് കണ്ടപ്പോൾ അവനെ താക്കീത് ചെയ്യുകയാണ്. നോക്ക്, നീ സുഖപ്പെട്ടല്ലോ. അധികം തിന്മയായത് നിനക്ക് ഭവിക്കാതിരിപ്പാൻ മേലാൽ പാപം ചെയ്യരുത്. ഇതിവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും കൂടെയുള്ള താക്കീതാണ്. പ്രാർത്ഥിച്ചിട്ട് രോഗശമനം കിട്ടിയവർ ഓർത്തുകൊള്ളണം, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ മേലാൽ പാപം ചെയ്യരുത്. നമ്മുടെ ആളുകളുടെ ശീലം എന്താണെന്നറിയാമോ? ഒരു പ്രയാസം വരുമ്പോൾ ദൈവസന്നിധിയിൽ പോയി നെടുമ്പാട് വീണ് കിടക്കും, ചങ്കുപൊട്ടിക്കരയും, ഒരുപാട് നിലവിളിക്കും, ഒരുപാട് കണ്ണുനീരൊഴുക്കും, ഒരുപാട് പ്രാർത്ഥിക്കും. ദൈവം അനുകമ്പ തോന്നി ആളെ സുഖപ്പെടുത്തും. സുഖപ്പെട്ടാൽ പിന്നെ പ്രാർത്ഥന നിർത്തും, ധ്യാനകേന്ദ്രത്തിൽ പോക്ക് നിർത്തും, ആരാധന നിർത്തും, ദൈവവിചാരം നിർത്തും, വേദപുസ്തകം എവിടെയെങ്കിലും പൂട്ടിവയ്ക്കും, പിന്നെ പഴയ കൂട്ടുകാരെ തേടിപ്പോകും, പഴയ പല്ലവി ആവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, ഒരുപാട് വട്ടം ലഭിച്ച സ്വാതന്ത്ര്യത്തെ വിലമതിക്കാതെ
പൂർവീക പാപങ്ങളിലേക്ക് മടങ്ങിപ്പോയ പാരമ്പര്യമുള്ള ആളുകളാണ് നമ്മുടെ ആളുകൾ. ഈ മനുഷ്യന് കൊടുത്ത താക്കീത് നമുക്കും കൂടെയുള്ള താക്കീതാണ്. ഹല്ലേലൂയാ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പാപങ്ങളെ ഏറ്റു പറഞ്ഞാലേ മോചനം കിട്ടുകയുള്ളൂ. മൂടി വച്ചാൽ മോചനം കിട്ടില്ല, സൗഖ്യവും കിട്ടില്ല. ഇത് തമ്മിൽ ബന്ധിതമാണ്. പാപത്താൽ വന്ന രോഗം പാപമോചനം പ്രാപിച്ചല്ലാതെ പരിഹാരം വരില്ല എന്ന വലിയ സത്യം എല്ലാവരും ബോധ്യപ്പെട്ടിരിക്കട്ടെ. പക്ഷെ നമുക്കൊരു വലിയ പ്രശ്നമുണ്ട്. എന്താണെന്നല്ലേ, ഈ രോഗത്താൽ മരിച്ചാലും കുഴപ്പമില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു അല്പം പോലും ചെറുതാകാൻ ആരും തയ്യാറല്ല. ഒരാളോടും ക്ഷമ പറയാൻ ആരും തയ്യാറല്ല. ഒരാളുടെ മുൻപിൽ പോയും എനിക്ക് തെറ്റ് പറ്റി എന്ന് ഏറ്റു പറയാൻ ഒരാളും തയ്യാറല്ല. എന്നോട് ക്ഷമിക്കണമെന്ന് ഒരാളും പറയാൻ തയ്യാറല്ല. പ്രിയപ്പെട്ടവരെ, അത് സ്വന്തം ഭർത്താവിനോടായാലും പറയാൻ താല്പര്യമില്ല. ഈ രോഗത്താൽ ഞാൻ മരിച്ചു പോയാലും വേണ്ടില്ല, അത് ഞാനോട് ഞാൻ ക്ഷമ പറയില്ല. സ്വന്തം ഭാര്യയോട് തെറ്റ് ചെയ്തൊരു ഭർത്താവിനോട് നീ നിരപ്പ് പ്രാപിച്ചാൽ നിനക്ക് രോഗസൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞാൽ മരിച്ചു പോയാലും വേണ്ടില്ല, അവളോട് ഞാൻ ക്ഷമ പറയില്ല. സ്വന്തം മാതാപിതാക്കളെ മുറിപ്പെടുത്തിയ മക്കൾ ക്ഷമ പറയേണ്ട സാഹചര്യം വന്നാൽ മരിച്ചു പൊക്കോട്ടെ, എന്നാലും ഞാൻ ആ തന്തയോടും തള്ളയോടും ക്ഷമ പറയില്ല. അമ്മാവിയമ്മയെ മുറിവേൽപ്പിച്ച മരുമകളെ മുറിവേൽപ്പിച്ച അമ്മാവിയമ്മ മരിച്ചു പോയാലും കുഴപ്പമില്ല, അവളുടെ മുമ്പിൽ ഞാൻ താഴുന്ന പ്രശ്നമില്ല എന്ന ആ ബോൾഡായിട്ടുള്ള നിലപാടങ്ങെടുത്താൽ രോഗസൗഖ്യം കിട്ടുമോ? ഉറക്കെ പറയണം, കിട്ടുമോ? കിട്ടുകയില്ല. പ്രിയപ്പെട്ടവരെ, പുരോഹിതനുമായിട്ട് ഏറ്റുമുട്ടി പുരോഹിതൻ ഒരുപാട് മുറിവുകൾ കൊടുത്ത ഒരു വിശ്വാസി പുരോഹിതൻ്റെ മുമ്പിൽ അല്പമൊന്ന് ചെറുതായി അച്ഛാ എനിക്ക് തെറ്റിപ്പോയി എന്നൊന്ന് പറയാൻ മനസ്സില്ലെങ്കിൽ രോഗസൗഖ്യം പ്രതീക്ഷിക്കേണ്ട. ജനത്തോട് ഒരുപാട് കുഴപ്പം ചെയ്ത ഒരു പട്ടക്കാരൻ രോഗിയായിരിക്കുന്നെങ്കിൽ ആ പുരോഹിതൻ തൻ്റെ ജനത്തോട് ക്ഷമ പറയണം. മാനദണ്ഡം എല്ലാവർക്കും ഒരുപോലെയാണ്. പറയാൻ തയ്യാറല്ലെങ്കിൽ ആ പുരോഹിതന് രോഗസൗഖ്യം കിട്ടില്ല. ഹല്ലേലൂയാ. ഇത് അൽമായർക്ക് മാത്രം ബാധകമായ പ്രമാണമല്ല, അച്ഛന്മാർക്കും ബാധകമാണ്. അതുകൊണ്ട് ദൈവമക്കളെ തിരിച്ചറിയണം. നമ്മൾ മൂലം മുറിവേറ്റ ആളോട് അത് ആര് തന്നെയാകട്ടെ അടുത്ത് ചെന്ന് എന്നോട് ക്ഷമിക്കണമെന്ന് ഏറ്റു പറയാനുള്ള മനസ്സുണ്ടാകണം. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒട്ടും താഴാനുള്ള മനസ്സില്ലെങ്കിൽ, അഹങ്കാരം മാത്രമേ ഉള്ളുവെങ്കിൽ ഏറ്റു പറയാൻ പറ്റുമോ? പറ. പിന്നെ പാപമോചനം കിട്ടുമോ? രോഗസൗഖ്യം കിട്ടുമോ? ഇവിടെ ഇരിക്കുന്ന പലരും രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മടുത്തു. ഇതുവരെ രോഗസൗഖ്യം കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഈ വ്യവസ്ഥ ഇതുവരെ പാലിച്ചിട്ടില്ല. ഹല്ലേലൂയാ. ഞാൻ കാരണം മുറിവേറ്റയാളോട് ഇന്ന് വരെ ഞാൻ ക്ഷമ പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് പാപമോചനം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് രോഗസൗഖ്യം കിട്ടാത്തത്. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അനുതപിക്കണം. സ്വന്തം പാപത്തെ ഏറ്റുപറയാൻ തയ്യാറാകണം. അത് അല്പം ചെറുതായാലും എനിക്ക് രോഗസൗഖ്യമാണ് വലുതെന്ന് നനച്ചുകൊണ്ട് ഏറ്റുപറയാൻ തയ്യാറാകണം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നേരിട്ട ഒരു സംഭവം നിങ്ങളോട് പറയാം. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ, അയാൾ പള്ളിയിൽ മുടങ്ങാതെ പോകുന്നയാളാണ്, ഒരുപാട് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ ഇയാൾക്കൊരു കുഴപ്പമുണ്ട്. ആ നാട്ടിലുള്ള സകല മനുഷ്യരോടും ഇയാൾ വഴക്കുണ്ടാക്കും. ഒരു കാരണവുമില്ലെങ്കിലും വഴക്കുണ്ടാക്കും. അയൽവക്കത്തുകാരെ കാരണത്തിനും കാരണമില്ലാതെയും ഇയാൾ ഉപദ്രവിക്കും. അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ ആർക്കും ഇയാളെ ഇഷ്ടമല്ല. എല്ലാ ആരാധനയ്ക്കും പള്ളിയിൽ പോകും, എല്ലാ കുർബാനയ്ക്കും പേര് കൊടുക്കും. പക്ഷേ പ്രിയപ്പെട്ടവരെ, നാട്ടിൽ ആരുമായിട്ടും രമ്യതയിലല്ല. വീട്ടിലുള്ളവരോട് വലിയ കുഴപ്പമൊന്നുമില്ല. അത്തരം മനുഷ്യരാരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആളുകളുടെ ഒരു ധാരണ മറ്റുള്ളവരോട് എങ്ങനെയൊക്കെ പെരുമാറിയാലും കുഴപ്പമില്ല. ഞായറാഴ്ച മുടങ്ങാതെ പള്ളിയിൽ പോയാൽ ഞാനൊരു ഭക്തനായി, ഞാനൊരു വിശുദ്ധനായി, ഞാനൊരു യോഗ്യനായി എന്നാണ് പലരുടെയും ധാരണ. മുടങ്ങാതെ ധ്യാനത്തിന് പോയാൽ, മുടങ്ങാതെ സൺഡേ സ്കൂളിൽ പോയാൽ, മുടങ്ങാതെ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുത്താൽ, മുടങ്ങാതെ ദൈവവചനം കേൾക്കാൻ പോയാൽ ഞാനൊരു വിശുദ്ധയായി എന്ന് ഒത്തിരി പേർക്ക് ധാരണയുണ്ട്. അയൽവക്കത്തുകാരോട് എന്നും ബഹളമാണ്, വീട്ടിൽ എന്നും ലഹളയാണ്. ഇതൊന്നും ബാധകമല്ല, പ്രാർത്ഥിച്ചാൽ മതി എന്നൊരു ചിന്ത. ആ കൂട്ടത്തിൽപ്പെട്ടൊരു മനുഷ്യനായിരുന്നു. ഈ മനുഷ്യന് ഒരിക്കലൊരു പ്രയാസമുണ്ടായി. അയാളുടെ വലത് കൈ മുട്ടിന് കീഴെ ഒരു മുഴ പ്രത്യക്ഷപ്പെട്ടു. ഏതാണ്ട് ഒരു 2 ആഴ്ചക്കാലം ഭയങ്കര വേദനയായിരുന്നു ഈ ഭാഗത്ത്. പിന്നെ ഒരു ദിവസം നോക്കുമ്പോൾ ഒരു തടിപ്പ്, തൊടാൻ പറ്റില്ല, പ്രദേശത്ത് കാറ്റടിച്ചാൽ പോലും പ്രാണം പോകുന്ന വേദനയാണ്. പിന്നൊരു ദിവസം നോക്കുമ്പോൾ അത് വളർന്നു വരികയാണ്, വലിയ മഴയായി വരികയാണ്. ഇയാൾ കരഞ്ഞും വിളിച്ചും നടക്കുകയാണ്. പ്രാർത്ഥിക്കാൻ അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ
അച്ഛൻ പറഞ്ഞു ഭയങ്കര വേദനയാണ്, ആ ഭാഗമെല്ലാം അങ്ങ് തിണർത്തിരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യുക, ഇതൊരു ഡോക്ടറെ കാണിക്കണം, നിർബന്ധമാണ്. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഇതിൻ്റെ ലക്ഷണമൊക്കെ കണ്ടിട്ട് വലിയ ആശുപത്രി പോകാൻ പറഞ്ഞു. വലിയ ആശുപത്രിയിൽ പോയി പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ മുഴയിൽ നിന്ന് അല്പം കുത്തിയെടുത്തൊന്ന് പരിശോധിക്കണം. പരിശോധിച്ച് റിസൾട്ട് വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചെന്നപാടെ ഈ മനുഷ്യനോട് പറഞ്ഞു, സ്നേഹിത, ഇത് പ്രശ്നമാണ്. ഈ കയ്യിൽ പ്രത്യക്ഷപ്പെട്ട മുഴ ക്യാൻസറാണ്. ഇതിവിടെ നിന്ന് കീറി മാറ്റാവുന്ന അവസ്ഥയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. ശരീരത്തിലേക്ക് മുഴുവനും ഇത് പടരാതിരിക്കാൻ ഈ കൈ അങ്ങ് മുറിച്ച് കളയണം. അത് മാത്രമേ ഇനി മെഡിക്കൽ സയൻസിൻ്റെ മുമ്പിൽ ചികിത്സാ മാർഗമുള്ളൂ. വലത് കൈ പോയാൽ പിന്നെ ഈ മനുഷ്യൻ്റെ ജീവിതത്തിന് എന്താണ് അർത്ഥം? ഇയാൾ ഭയങ്കര നിലവിളിയായി. നിലവിളിച്ചുകൊണ്ട് അച്ഛനെ സമീപിച്ചു. അച്ഛൻ ഈ മനുഷ്യനെ കുറേ നേരം നോക്കിയിരുന്നിട്ട് പറഞ്ഞു, സ്നേഹിത, ഒരുപാട് നിലവിളിച്ചിട്ട് കാര്യമില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് യഥാസ്ഥാനപ്പെടണം. നിങ്ങൾ ഇരുന്ന് ചിന്തിക്കുക. നിങ്ങൾ മൂലം മുറിവേറ്റ മുഴുവൻ ആളുകളോടും പോയി ക്ഷമ പറയണം. എന്നിട്ട് അവരെയൊക്കെ വിളിച്ചുകൂട്ടി അവരെല്ലാവരും ഏക മനസ്സോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അപ്പോൾ ഈ രോഗത്തിന്മേൽ ദൈവം ഇടപെടും. ഹല്ലേലൂയാ. അതിത്തിരി പ്രയാസമുള്ളൊരു കാര്യമാണെന്ന് ഇവിടെ ഇരിക്കുന്നവർക്കും തോന്നുന്നുണ്ടാകും. ഈ മനുഷ്യൻ എന്നോട്, ഈ അച്ഛനോട് പറഞ്ഞു, എൻ്റെ അച്ഛാ, ഇതെങ്ങനെയാണ് സാധിക്കുക? എന്തോ ഒരു ആൾക്കാരെയാണ് ഞാനിപ്പോൾ പോയി കാണേണ്ടത്. ഈ കൈ വേണോ വേണ്ടയോ എന്ന് ചേട്ടൻ തന്നെ തീരുമാനിക്കുക. ഇയാൾക്ക് ഓപ്പറേഷൻ എന്ന് കേട്ടാൽ ഇയാൾ അപ്പം തന്നെ ബോധം കെട്ടുപോകും. ഇയാൾ എന്തായാലും പിറ്റേ ദിവസം രാവിലെ ഇറങ്ങിത്തിരിച്ചു. വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് ആ നാട്ടിലുള്ള സകല വീട്ടിലും പോയി സകല മനുഷ്യരുടെയും കാലിൽ തൊട്ട് വന്നിച്ച് ക്ഷമ പറഞ്ഞു. അവർക്കെല്ലാവർക്കും വലിയ സങ്കടമായി. നിങ്ങൾക്കൊരു സത്യം അറിയാമോ? ഒരാൾ വേറൊരാളെ മുറിവേൽപ്പിച്ചാൽ മുറിവേറ്റയാൾ മറ്റേയാളെയും കൂടെ കിട്ടുമ്പോൾ കടിച്ച് കീറി കൊല്ലാനിരിക്കുമല്ല. മുറിവേറ്റയാളുടെ അടുത്ത് പോയി ക്ഷമ പറയാൻ നിന്ന എന്നെ ചവിട്ടിക്കൂട്ടുവെന്ന പലരുടെയും വിചാരം. ഒന്ന് ചെന്ന് ക്ഷമ പറയാൻ തയ്യാറായാൽ നമ്മൾ നിലവിളിക്കുന്നതിനാൽ കൂടുതൽ അവർ നിലവിളിക്കുമെന്നുള്ളതാണ് സത്യം. ഈ നാട്ടുകാരെല്ലാവരും ഇളകി. അവരെല്ലാവരും കൂടി ഈ മനുഷ്യന് വേണ്ടി നിലവിളിക്കാൻ തുടങ്ങി. അവരെല്ലാവരും പള്ളിയിൽ ഒത്തുകൂടി. സകല മനുഷ്യരും ചങ്കുപൊട്ടി ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, ഒരാഴ്ചക്കാലം കൊണ്ടാണ് ഈ മനുഷ്യൻ ആ നാട് നീളെ നടന്ന് സകല മനുഷ്യരെയും ക്ഷമ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പള്ളിയിലെത്തിയത്. അവസാനം അച്ഛൻ പറഞ്ഞു, ഒരു ഭാഗം കുമ്പസാരം കഴിഞ്ഞു, ഇനി നിങ്ങൾ ദൈവസന്നിധിയിൽ കുമ്പസാരിക്കണം. അയാൾ പൊട്ടിക്കരഞ്ഞു. മണിക്കൂറുകളോളം കണ്ണുനീരോടെ കുമ്പസാരിച്ചു. പ്രിയപ്പെട്ടവരെ, പിന്നെ അയാൾക്കൊരു ഔഷധം നിർദ്ദേശിച്ചു. മുടങ്ങാതെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുക. അതിനേക്കാൾ ശക്തിയുള്ളൊരു മരുന്ന് ഈ ലോകത്ത് ഇന്നുവരെ ഒരു മെഡിക്കൽ ശാഖയും കണ്ടുപിടിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഇത് തീക്കട്ടയാണ്, ഇത് തീക്കട്ടയാണ്, ഇത് തീക്കട്ടയാണ്. ഇത് ചെല്ലുന്നിടത്ത് എന്ത് രോഗമുണ്ടെങ്കിലും കത്തിച്ച് കളയും പരിശുദ്ധ കുർബാന. ദൈവമക്കളെ, ഈ മനുഷ്യൻ പിന്നെ നിലത്തോളം താണുകിടന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ തുടങ്ങി. പിന്നെ അയാൾ ആശുപത്രിയിൽ പോയില്ല. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു. ഒരു ദിവസം ഉറക്കം തെളിഞ്ഞ മനുഷ്യൻ ഒരു കാര്യം ഉറപ്പായി, ഇപ്പോൾ ഈ കൈക്ക് വേദനയില്ല. പ്രിയപ്പെട്ടവരെ, തപ്പിപ്പിടിച്ചു നോക്കി, വേദനയില്ല, മുഴ കാണാനില്ല. അയാൾ വലിയ വായിൽ നിലവിളിച്ചു. വലിയ ഒച്ചയെടുത്ത് അയാൾ പള്ളിയിൽ പാഞ്ഞെത്തി. അച്ഛാ, എൻ്റെ കയ്യിലെ മുഴ കാണുന്നില്ല. അച്ഛൻ ആ കൈ അടിമുടി ഞെക്കി പരിശോധിച്ചു. ഒരിടത്തും വേദനയില്ല. അയാളോട് പറഞ്ഞു, പഴയ റിസൾട്ടൊക്കെ കയ്യിലുണ്ടല്ലോ, ആ ഡോക്ടറെ ഒന്നുകൂടെ പോയി കാണുക. ഡോക്ടർ ചെന്നു, ബ്ലഡ് എടുത്ത് പരിശോധിച്ചു, സ്കാൻ ചെയ്ത് നോക്കി. ആ ഡോക്ടർ സർട്ടിഫൈ ചെയ്തു, 3-ാമത്തെ ദിവസം ഈ ശരീരത്തിൽ ക്യാൻസറിൻ്റെ ഒരണുപോലുമില്ല. ഹല്ലേലൂയ. ഇത് വെറുതെ പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ. പ്രാക്ടിക്കലാക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇന്നും ക്യാൻസറിനെ മറികടക്കാൻ മരുന്നുണ്ട്. ഹല്ലേലൂയ. പ്രാക്ടിക്കലാക്കാൻ മനസ്സുണ്ടാകണം. ഈ സംഭവം നടന്നിട്ട് 23 കൊല്ലം കഴിയുമ്പോഴും ആ മനുഷ്യൻ പയറുമണി പോലെ ജീവിച്ചിരിക്കുന്നുണ്ട്. അന്ന് മുറിച്ചു കളയണമെന്ന് വിധിച്ച കൈ ഇപ്പോഴും ആരോഗ്യത്തോടെ ആ ശരീരത്തിൽ ബാക്കിയുണ്ട്. ദൈവ പൈതലെ തിരിച്ചറിയണം. മൂടിവച്ച പാപം ഒരാളെ രോഗിയാക്കും. എന്നാൽ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചാൽ ആ രോഗത്തിന് ശമനം വരും. ഹല്ലേലൂയ.